നല്ല കുരുമുളക് ഇട്ട് വെച്ച ബീഫ്. കുറേ നാളായാലും നമ്മൾ ഈ ഒരു വ്ളോഗിങ് ചാനലിൽ വീഡിയോസ് ഒന്നും ഇല്ലാതെ കുറച്ച് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറച്ച് നാൾ വീഡിയോസ് ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ഹേർട്ട് ഇമോജി കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെ കണ്ടെടുക്കത്തെ റിസോർട്ടിൽ നമ്മൾ ചങ്ങായിമാരെല്ലാം കൂട്ടിയിട്ട് ഒരു നൈറ്റ് സ്റ്റേ ചെയ്തൊരു കഥയാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ ബെറു കൂട്ടിയിട്ട് തീയിട്ടതിന് ശേഷം കൗത കളിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. കൗത കളിക്കാൻ വേണ്ടി കാര്യമായിട്ട് ചിന്തിച്ച് കളിക്കുന്ന നമ്മൾ സുർലിയാണ് കേട്ടോ ഫസ്റ്റത്തെ കഥ. അങ്ങനെ ചെക്കനെ നോക്കിയിട്ട് എയറിലാക്കിയതിന് ശേഷം രണ്ടാമത്തെ കൗത ഞാനായിട്ടാ. ഇതിപ്പോ ഇവിടെ പറഞ്ഞിട്ടെങ്കിൽ ചെക്കൻ കമന്റിൽ വന്നിട്ട് എന്നെ ഊക്കാൻ ചാൻസ് ഉണ്ട്. അതിലാണെങ്കിൽ എന്നെ കൗതയാക്കിയതിന്റെ സന്തോഷത്തിൽ ചിരിച്ച് ചക്ക വീന്നാളൊക്കെ താഴെ വീന്നുണ്ടായി. അങ്ങനെ നമ്മൾ വർത്താനോലും പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ മെയിൻ ആൾ ഇൻട്രോ. നമുക്ക് വേണ്ടിയിട്ടുള്ള നല്ല കപ്പ ബിരിയാണിയും അതേപോലെ ഈ സ്റ്റേയിൽ റെഡിയാക്കി തന്നെ നമ്മൾ നിഷാദേട്ടനാണ് കേട്ടോ. അതിന്റെ വരവേൽപ്പാണ് നമ്മൾ പിള്ളേരിലെ ആക്കുന്നത്. കാട്ടൻകോരി കൊണ്ട് ഇൻട്രോ എടുത്ത് നമ്മളെ സുർലിയാണ് കേട്ടോ ഇന്നത്തെ ഹീറോ. അങ്ങനെ സ്പീക്കറിൽ പാട്ടെല്ലാം വെച്ച് ഡാൻസ് കളിച്ച് ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ എണീക്കുമ്പോൾ കർണാടക ഭാഗത്ത് കന്നഡ ഭാഷ കേട്ടിട്ടാണ് കേട്ടോ എണീച്ച്. പുറത്ത് നോക്കുമ്പോൾ കഥാ സുബ്രഹ്മണ്യൻ ഷർട്ടൊന്നും ഇടാതെ പ്രകൃതി ആസ്വദിക്കുന്നത്. രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നേരത്തെ എണീച്ചാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടും. കണ്ടെടുക്കത്താണ് കേട്ടോ ഈ ഒരു റിസോർട്ട് വരുന്ന. റിസോർട്ടിന്റെ ലൊക്കേഷൻ വേണ്ടവർ ജസ്റ്റ് ഒന്ന് DM അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഈ ഒരു പ്രകൃതിയെല്ലാം ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഉറുമ്പുകളെല്ലാം കൂടിയിട്ട് ഒരു ബട്ടർഫ്ലൈനെ ആക്രമിക്കുന്നുണ്ടത്. അങ്ങനെ അതിനെ പിടിച്ചിട്ട് മാറ്റിയിട്ട് ഉറുമ്പിന് പട്ടിണിയാക്കിയതിന് ശേഷം അടുത്ത ആ ഒരു വ്യൂ എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നിന്ന് കിട്ടാം. രാവിലെ എണീക്കുമ്പോൾ 12 ആളുള്ളത് 3 ആളായിട്ട് ചുരുങ്ങി കിട്ടാം. പണിയില്ലോണ്ട് തന്നെ എല്ലാവരും നേരത്തെ എണീച്ച് പോയിട്ടുണ്ടായി. ഇത് കഴിഞ്ഞ് എനിക്ക് മാംഗ്ലൂർ കൊണ്ടൊരു ചെറിയ ആവശ്യമില്ലോണ്ട് തന്നെ നമ്മൾ നേരത്തെ അവിടുന്ന് വെക്കേറ്റ് ആക്കി വീട്ടിലേക്ക്. അങ്ങനെ കാഞ്ഞങ്ങാട് എത്തി, ട്രെയിൻ മിസ്സായി, ബസ് കയറിയിട്ട് അങ്ങനെ മാംഗ്ലൂർ പോയി നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും ശരി എന്നാ.